ഇതെൻ്റെ ലൈഫിൽ നടന്ന ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. അതായത് എൻ്റെ കുറച്ച് നാൾ മുമ്പ് ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലയൻറ്റിന് ഓഫ് പ്ലാൻ വേണോ റെഡി ടു മൂവ് വേണോ എന്നുള്ളത് നമ്മൾക്കൊരു തർക്കം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓഫ് പ്ലാൻ നോക്കി, ദിയാറിൻ്റെ എലിവ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നോക്കി. അപ്പോൾ പുള്ളിക്ക് റെഡി ടു മൂവിലോട്ടായിരുന്നു താല്പര്യം. കാര്യം പിറ്റേന്നോട്ട് റെൻറ്റ് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ റെഡി ടു മൂവിൽ നമ്മളൊരു ബിൻഗാത്തിയുടെ ഒരു പ്രോജക്റ്റ് നോക്കിയായിരുന്നു. പക്ഷേ അത് മാർക്കറ്റ് പ്രൈസ് 1.1 മില്യൺ ആയിരുന്നു. അപ്പം പുള്ളിക്ക് അതിൽ കുറഞ്ഞ ഒരാളെ എടുത്തു കൊടുത്തപ്പോൾ പുള്ളി അതിൽ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോയായിരുന്നു. അപ്പം എനിക്കൊരു വിഷമമായി, ഞാൻ എടുത്തു കൊടുത്ത പ്രൈസ് കൂടുതലാണെന്നുള്ള രീതിയിൽ. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പുള്ളി ഒരു ദിവസം എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ആ ബിൻഗാത്തിയുടെ അതിൽ പോയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ പോകാത്തതെന്ന് പറഞ്ഞപ്പോൾ, അല്ല പോയില്ല, പിന്നെ എനിക്ക് വേറൊരു വില്ല നോക്കാനുള്ള ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അതിനിടയ്ക്ക് പുള്ളി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ലായിരുന്നു മാർക്കറ്റിൽ അതിനേക്കാൾ കുറച്ച് പ്രൈസിൽ. കാര്യം ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്താണല്ലോ ഈ റെഡി ടു മൂവിനെല്ലാം ഇരുണ്ടാവുക, ഓഫ് പ്ലാനിലല്ലല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് പലരും പല പ്രൈസിലാണ് ഉണ്ടാവുക. കാര്യം 850 എടുത്ത പ്രോജക്റ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് 1 മില്യണിൽ വിൽക്കാം, 1.900 വിൽക്കാം. അപ്പം എൻ്റെ ക്ലയൻറ്റ് 1.1 മില്യൺ വിൽക്കണം എന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചിരുന്നത്. അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയി പോയതാണെന്നുള്ള രീതിയിൽ. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല അമ്മതെ, ഞാൻ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നിന്നുമായിട്ട് പോകാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അടുത്തൊരു ജെനുവിനിറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. ജെനുവിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് ക്ലയൻറ്റിനെ പുഷ് ചെയ്ത് എന്ത് ചെയ്യാം, സെയിൽ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നീ പുഷ് ചെയ്യുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ക്ലയൻറ്റിന് അവരുടെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൊണ്ടാണ് നീ നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കമ്മീഷൻ കിട്ടുക, അതുകൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു കണക്കാണ് നിനക്കുള്ളതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാര്യം പുള്ളിക്ക് അത് കാര്യം മനസ്സിലായി. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു അഭിമാന നിമിഷമായിരുന്നു. കാര്യം നമ്മളൊരാൾ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഭയങ്കര ലോങ് ടേം വിഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലൈക്ക് എനിക്ക് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങണം, അതുപോലെ തന്നെ പിന്നെ അത് ഡെവലപ്മെൻറ്റിലോട്ട് കൊണ്ടുപോകണം, ഏകദേശം ഒരു ദമാക്ക് ഇമാറൊക്കെ പോലെ ആവണം എന്നുള്ളതാണ്. ഇതൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും, പക്ഷേ എന്നാലും നമ്മൾ ലോങ് ടേം ആയിട്ട് ഒരു വലിയ വിഷയം വെച്ചാൽ മാത്രമേ എന്താവുള്ളൂ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. ക്ലയൻറ്റിൻ്റെ ഒപ്പീനിയൻ ഇങ്ങനെയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക്. അപ്പം ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അങ്ങനെ വന്ന് ഷെയർ ചെയ്തതാണ്. ഓക്കെ.